റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും മുണ്ടക്കയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം, അതായത് മൂന്നാമത്തെ ദിവസം വൈകുന്നേരം റഡാർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിൽ ഒരു ജീവസാന്നിധ്യം എന്നുള്ള രീതിയിലുള്ള, അതായത് ഒരു ബ്രീത്തിങ് ആയിട്ടുള്ള ഒരു ജീവി ഇതിനകത്തുണ്ട്, അത് മനുഷ്യനാണ് എന്ന രീതിയിൽ കൃത്യമായി അന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ വൈകുന്നേരം രാത്രി വൈകിയും നടത്തിയിട്ടുള്ള തിരച്ചിൽ അത്തരത്തിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം അന്ന് ആ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ ഈ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ 3ഉം 4ഉം ഹിറ്റാച്ചികൾ ഇവിടത്തേക്ക് എത്തിച്ചിട്ടുള്ള പരിശോധനയെല്ലാം ഈ മേഖലയിൽ നടന്നതുമാണ്. ഇന്നിപ്പോൾ ഹിറ്റാച്ചികളോ അല്ലെങ്കിൽ അത്തരത്തിൽ മണ്ണുമാന്തി യന്ത്രങ്ങളോ ഒന്നും തന്നെ കാര്യമായ തോതിൽ ഉപയോഗിക്കപ്പെടുന്നില്ല. ആ മേഖലയിലെല്ലാം തന്നെ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഈ മേഖലയിൽ നടക്കുന്നത്. എന്തായാലും ഊർജിതമായിട്ടുള്ളൊരു തിരച്ചിലാണ് ഈ മേഖലയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ സംവിധാനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 60% തന്നെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് സംവിധാനങ്ങൾ, ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. തെർമൽ റഡാർ സിഗ്നലുകൾ ലഭിക്കുന്ന ഉപകരണവും അതുപോലെ തന്നെ റഡാർ സംവിധാനവുമെല്ലാം ഇവിടത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുമെന്നുള്ള കാര്യം സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് ആർമിയുടേതും സ്വകാര്യ കമ്പനികളുടേതും ഉൾപ്പെടെയുള്ള റഡാറുകൾ ഇവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഡ്രോൺ സംവിധാനം ഇവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പരിശോധനയെല്ലാം ഈ മേഖലയിൽ നടക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ നിരവധിയായിട്ടുള്ള നമ്മുടെ ഈ തുടർച്ചയായിട്ടുള്ള സംപ്രേഷണത്തിനിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ മേഖലയിലെല്ലാം തന്നെ ഏകദേശം 5-6 മീറ്ററിലധികം തന്നെയുള്ള മണ്ണ് വന്ന് ഡംപ് ചെയ്ത് കിടക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് മാറ്റുക, അത് ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്ത് മാത്രമല്ല, ഒരു വലിയ പ്രദേശമാകെ തന്നെ അത്രയും അളവിൽ മണ്ണ് വന്ന്, മണ്ണും കല്ലും ചെളിയും മരങ്ങളുമെല്ലാം കൂട്ടമായി ഒലിച്ചു വന്ന് ഇങ്ങനെ അതിവിടെ കെട്ടിക്കിടക്കുകയാണ്. പലപ്പോഴും ഇത് പൂർണ്ണമായ തോതിൽ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് ഒരു അസാധ്യമായിട്ടുള്ള പരിശ്രമമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പൂർണ്ണമായ തോതിൽ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്ത് അതിനെ ഒരു മൃതദേഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഇവിടെ നിന്ന് കണ്ടെടുക്കുക എന്നുള്ളത് ഒരു അസാധ്യമായിട്ടുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുകയില്ല. പക്ഷേ എങ്കിൽ കൂടി ഈ മണ്ണിനടിയിൽ, ഈ കെട്ടിക്കിടക്കുന്ന ഈ മണ്ണിൻ്റെയും ചെളിയുടെയും ഒക്കെ അടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയം തോന്നുന്ന വസ്തുക്കളോ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പരിശ്രമമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ അതിനാവശ്യമായിട്ടുള്ളൊരു ക്രമീകരണമാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ എന്തായാലും ഈ റഡാർ, ആർമിയുടെ റഡാറാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഏകദേശം മീറ്ററുകൾക്കകലെ 50 മീറ്റർ ചുറ്റളവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 50 മീറ്റർ ചുറ്റളവിൽ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും തന്നെ കാര്യമായ തോതിൽ ഉപയോഗിക്കപ്പെടാൻ വേണ്ടി പാടില്ല. അത് ഇതിൻ്റെ സിഗ്നലുകളെ ബാധിക്കുമെന്നുള്ള കാര്യം ആർമിയുടെ ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നു. പക്ഷേ കൃത്യമായ തോതിലുള്ള ഒരു അത് ഇത്ര മീറ്റർ ആണെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള രീതികളോ നമുക്ക് പറയാൻ വേണ്ടി കഴിയുകയില്ല. പക്ഷേ എങ്കിൽ കൂടി കൃത്യമായ തോതിൽ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തുക, അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹമോ അതുമായി ബന്ധപ്പെട്ട് സംശയം തോന്നുന്ന കാര്യങ്ങളോ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു മണ്ണുമാന്തി യന്ത്രം അവിടെ ഈ പറയുന്ന റഡാർ നേരത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആ മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ എല്ലാം അത്യധികം വേദനിപ്പിച്ചിട്ടുള്ള ഒരു മഹാദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നെല്ലാമുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇന്നിവിടെ എത്തിയിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരോട് അക്കാര്യം മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ നമ്മൾ ചോദിച്ചു. പക്ഷേ ആ ഘട്ടത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള വിശദീകരണം, സംസ്ഥാന സർക്കാർ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകണം, അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം പ്രത്യേകമായ രീതിയിൽ പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ള കാര്യം തീരുമാനമെടുക്കുക. എന്തു വന്നാലും ഇതിലെല്ലാം തന്നെ യോജിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരെന്നോ കേന്ദ്ര സർക്കാരെന്നോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ഭരണകൂടമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്നുള്ള ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ അത്യാവശ്യമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, നമുക്കെല്ലാം മനുഷ്യസാധ്യമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയും തിരച്ചിലുമാണ് ഇവിടെ നടത്തേണ്ടതുള്ളത്.
നേരത്തെ ഇവിടെ ഉച്ചസമയത്തൊക്കെ ഇവിടെ ഭക്ഷണം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാതികളുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ചിരുന്നു. റവന്യൂ വകുപ്പിൻ്റെ വാഹനങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണവുമായി പോകുന്നത് നമ്മൾ നേരത്തെ അല്പസമയങ്ങൾക്ക് മുമ്പ് ഒരു 2 മണിയോടുകൂടി കണ്ടതുമാണ്. എങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംവിധാനങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പിഴവുണ്ടാകുമ്പോൾ അവർ വളരെ പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച് അവിടെ ആ പിഴവ് തിരുത്തി കൂടുതൽ ഊർജിതമായിട്ടുള്ളൊരു തിരച്ചിൽ നടത്തി കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ ദുരിതാശ്വാസ നിലയിൽ ഉൾപ്പെടെ ഇവിടുത്തെ ക്യാമ്പുകളിലേക്ക് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ മുണ്ടക്കൈ മേഖലയിൽ നമുക്കറിയാം ഈ പുഞ്ചിരിമട്ടത്തു നിന്നും കുത്തിയൊലിച്ചെത്തിയിട്ടുള്ള കല്ലും മണ്ണും ചളിയുമെല്ലാം വളരെയധികം ഡംപ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ മുണ്ടക്കൈ പള്ളിയോട് ചേർന്നുള്ള ഈ ഭാഗം. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ആദ്യഘട്ടം മുതൽ തന്നെ പ്രദേശവാസികൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ റഡാർ സിഗ്നൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സുദേവൻ്റെ വീട്, ദിനേശൻ്റെ വീട്, അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് കെട്ടിടങ്ങൾ, കടമുറികൾ, അതുപോലെ തന്നെ പള്ളി തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ വലിയ തോതിൽ പരിശോധന കഴിഞ്ഞ ദിവസം തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒന്നുകൂടി ഈ റഡാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെ ഈ പരിശോധന തുടരും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എങ്കിൽ കൂടി ഒരു ഊർജിതമായിട്ടുള്ള തിരച്ചിൽ ഇനിയെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ 60% തിരച്ചിൽ നടത്തി, ഇനിയിപ്പോൾ 40% നടത്താൻ ബാക്കിയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അപ്പോൾ പോലും നമുക്ക് ഈ പറയുന്ന 5-6 മീറ്ററുകൾ താഴെയുള്ള മൃതദേഹങ്ങൾ ഉണ്ട് എങ്കിൽ അതൊക്കെ ഏത് രീതിയിലാണ് കണ്ടെത്താൻ വേണ്ടി കഴിയുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറ്റവരെ കണ്ടെത്താൻ വേണ്ടി കഴിയാത്ത വളരെയധികം വേദനിച്ച് നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ കാണാൻ വേണ്ടി കഴിയും. സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. വയനാട് ഒരിക്കലും എത്ര കാലമെടുത്താലാണ് വയനാടിന് ഈ ദുരന്തത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി കഴിയുക എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഈ ദുരന്ത ഭൂമിയുടെ കാഴ്ചകൾ എത്രയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും വിട്ടുപോകാൻ എടുക്കുക എന്നുള്ളതും ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിൽ ഒരു മൃതദേഹം, ഒരു ചോദ്യത്തിനൊരു ഉത്തരം, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം എന്നുള്ള രീതിയിൽ ഒരു ഉത്തരം ലഭിക്കുകയാണെങ്കിൽ ആ ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്, ഒരു അശ്രാന്ത പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും ഇന്ത്യൻ ആർമിയുടെയും ഈ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും എല്ലാമുള്ള ഒരു ഏകോപനത്തോടു കൂടിയുള്ള പരിശ്രമവും തെരച്ചിലും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. മുണ്ടക്കൈ മേഖലയിൽ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നു. അവിടെ കൂടുതൽ ഈ പറയുന്ന രീതിയിൽ ആർമിയുടെ റഡാർ സിഗ്നലുകൾ നേരത്തെ, റഡാർ സംവിധാനങ്ങൾ നേരത്തെ കൊണ്ട് അവിടെ വന്നിരുന്നു. അതിൻ്റെ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.